മണിപ്പൂരിൽ ഈ കഴിഞ്ഞ ദിവസം ഏതാനും പാസ്റ്റർമാർ കൊല്ലപ്പെട്ടു. നമ്മുടെ ചില പ്രേക്ഷകർ ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് നിങ്ങൾ അതേക്കുറിച്ച് വീഡിയോ ചെയ്യാത്തതെന്ന്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർക്കുന്നത് 2026 മാർച്ച് 13 കൊൽക്കത്ത വിമാനത്താവളത്തിൽ സിനിമ സ്റ്റൈലിലൊരു ഓപ്പറേഷൻ നടന്നു. വളരെ പെട്ടെന്ന് ഒരാൾ വിമാനത്താവളത്തിലേക്ക് വരുന്നു. പെട്ടെന്ന് പാത്തും പതുങ്ങി ഇന്നത്തെ കുറേ ആളുകൾ ചാടി വീണ് അയാളെ പിടികൂടുന്നു. പിടികൂടിയ ആളുടെ പേര് മാത്യു ആരൻ വാൻടെക് എന്നാണ്. അമേരിക്കക്കാരനാണ്. അമേരിക്കയുടെ കൂലിപ്പട്ടാളക്കാരനാണ്. അയാൾ അമേരിക്കയ്ക്ക് വേണ്ടി ലിബിയയിൽ പോയി ഗദ്ദാഫിക്കെതിരെ യുദ്ധം ചെയ്തിട്ട് IS-നെതിരെ യമനിൽ പോയി യുദ്ധം ചെയ്തിട്ടുണ്ട്. അമേരിക്ക അയക്കുന്ന കൂലിപ്പട്ടാളക്കാരൻ. അയാളെ പിടികൂടിയതിന് പിന്നാലെ ഡൽഹി, ലക്നൗ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി പെട്രോ ഹുർബ, താരസ് സ്ലിവിയാക്, ഇവാൻ സുക്മാനോവിസ്കി തുടങ്ങി 6 ഉക്രൈനിയൻ പൗരന്മാരെ കൂടെ പിടികൂടി. ഇവരെല്ലാം കൂടെ ഇന്ത്യയിൽ വന്ന് കുറേ ആളുകൾക്ക് ആയുധ പരിശീലനം കൊടുക്കുകയായിരുന്നു. ഒരു 8 പേരെ കിട്ടാനും ഉണ്ടായിരുന്നു. അവരെയും തപ്പിയെടുത്തിട്ടുണ്ട്. ഇവരെ പിടിച്ച് UAPA ഒക്കെ ചാർത്തി. അപ്പോൾ മുമ്പ് നമ്മുടെ ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നതിന് മുമ്പ് ഡാക്കയിൽ ഒരു അമേരിക്കയുടെ ഉന്നത സൈനിക ഉദ്യോഗസ്ഥൻ ഒരു ഹോട്ടൽ മുറിയിൽ, വെസ്റ്റിൻ ഹോട്ടലിലെ 808 നമ്പർ മുറിയിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടിരുന്നു. അത് മോദിയെ അട്ടിമറിക്കാൻ വേണ്ടി വന്ന അമേരിക്കൻ സംഘത്തിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നു. അതുപോലെയാണ് ഈ അമേരിക്കയുടെ കൂലിപ്പട്ടാളക്കാർ, ഉക്രൈൻകാരടക്കമുള്ളവർ ഇവിടെ വന്നത്. അവർ നമ്മുടെ നോർത്ത് ഈസ്റ്റിലൊക്കെ പോയി ചില ആളുകൾക്ക് ട്രെയിനിങ് കൊടുത്തു. അവരുടെ ടാർഗറ്റ് ഒരു നിശ്ചയമായും നരേന്ദ്രമോദിയും കൂടി ആയിരുന്നിരിക്കണം. ഏതായാലും അവരെ പിടികൂടി UAPA ചുമത്തി. ഉക്രൈൻ വലിയ ബഹളമൊക്കെ ആയിട്ട് വന്നു. ഞങ്ങളുടെ പൗരന്മാരെ അറസ്റ്റ് ചെയ്തൊന്നും ശരിയായില്ല. നമ്മൾ തെളിവൊക്കെ കാണിച്ചു കൊടുത്തു വിദേശകാര്യ മന്ത്രാലയം. പിന്നെ അവർ മിണ്ടിയിട്ടില്ല. അപ്പോൾ ഇത് രണ്ടും കൂടെ എന്തെങ്കിലും ബന്ധം ഉണ്ടാകുമോ? അത് ഈ മാത്യു വാൻഡൈക്ക് ഇപ്പം അങ്ങ് പറഞ്ഞു മാത്യു വാൻഡൈക്കിനെ പറ്റി. അയാൾ കൂലിപ്പടയാളി മാത്രമല്ല, അയാളൊരു ഡോക്യുമെന്ററി ഫിലിം മേക്കറാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ജേർണലിസ്റ്റുമാണ്. നമ്മുടെ സിദ്ദിഖാപ്പനൊക്കെ ജേർണലിസ്റ്റ് ആണല്ലോ, അതുപോലത്തെ ജേർണലിസ്റ്റ് ആണ് മൂപ്പര്. ജേർണലിസം നടത്തും, വെടിവെക്കുകയും ചെയ്യും. അപ്പം ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യും. അയാൾ ഇന്ത്യയിൽ എന്തിനു വന്നു, ഇന്ത്യയിൽ എവിടെയൊക്കെ പോയി, ഇന്ത്യയിൽ ആരെയൊക്കെ കണ്ടു എന്നുള്ളതിനെ പറ്റി നമുക്ക് ഇതുവരെ വിവരം കിട്ടിയിട്ടില്ല. ഇപ്പം എന്താ പറ്റിയിരിക്കണേന്ന് വെച്ചാൽ, ഈ മെയ് 13 ബുധനാഴ്ച നമ്മുടെ മണിപ്പൂരിൽ കാങ്പോക്കി ജില്ലയിൽ ചുരാചന്ദ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു കാറിൽ 7 സുവിശേഷ വേലക്കാർ രാവിലത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരികയായിരുന്നു. പാവങ്ങളാണ്. അവരുടെ പ്രധാന പരിപാടി മതപരിവർത്തനമാണ്. ഗ്രാമങ്ങളിൽ ചെല്ലുക, ആൾക്കാരെ മറ്റേ ജ്ഞാനസ്നാനം ചെയ്യിക്കുക, എല്ലാവരുടെ കയ്യിൽ ഒരു കുരിശും കൊടുക്കും, ബൈബിളും കൊടുക്കും. പിന്നെ ആ പള്ളിയിൽ അവിടെ ഒരു കുരിശും സ്ഥാപിക്കും. ഒരു പള്ളി പറ്റുകയാണെങ്കിൽ അപ്പം തന്നെ പള്ളി പണിയും. എന്നിട്ട് ഇവരോടൊക്കെ ഉറപ്പും മേടിക്കും. എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ വരണം, കുർബാന ചൊല്ലണം. നമുക്ക് അവരെ കൊണ്ട് ഹിന്ദു മതക്കാർക്ക് എതിരായിട്ട് ചീത്തയും പറയും, വിളിപ്പിക്കുക. എന്നിട്ട് അതെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനൊക്കെ ആയിട്ട് അവർ തിരിച്ചു പോരുകയായിരുന്നു ആ ഗ്രാമത്തിൽ നിന്ന്. അവിടുത്തെ അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞു. അത്രയും പേരെ മറ്റേ കുരിശൻ്റെ വഴിയിലോട്ട് കൊണ്ടുവന്നവർ നല്ല മാന്യന്മാരാണ്. അപ്പോൾ ഈ വന്ന വഴിക്ക് ഈ എന്താ സ്ഥലത്തിൻ്റെ പേര്, ഒരു ചുരാചന്ദ്പൂരിലെ ഒരു ഗ്രാമത്തിനടുത്ത് വെച്ചിട്ട് ഇവർ വന്നിരുന്ന വാഹനം കുറേ പേര് വളഞ്ഞ് വെടിവെച്ചു, തുരുതര വെടിവെച്ചു. അതിൽ 3 പാവപ്പെട്ട നിരായുധരായ നല്ല മനസ്സുള്ള സുവിശേഷ വേലക്കാരെ വീരചരമം പ്രാപിച്ചു എന്ന് വേണം പറയാം, യേശു ക്രിസ്തുവിന് വേണ്ടിയിട്ട്. പിന്നെ 3 പേർക്കിട്ട് പരിക്ക് പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവരെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. അത് ഇവർ ഈ രാവിലെ 8 മണിക്ക് 7 മണിക്കൊക്കെ ഇവർ പോയി എന്തിന് മതപരിവർത്തനം അല്ലെങ്കിൽ എന്തിന് സുവിശേഷ വേല നടത്തി എന്നുള്ള പ്രശ്നം ഇവർ എത്ര നാളായി പരിപാടി തുടങ്ങിയിട്ടുള്ളത് എന്നുള്ളതിനെ കുറിച്ചിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാരണം മണിപ്പൂർ ഒരു ഹിന്ദു സംസ്ഥാനമായിരുന്നു. വൈഷ്ണവൈറ്റ്സ് ഹിന്ദുസ് ആയിരുന്നു അവിടെ കൂടുതലുണ്ടായിരുന്നത്. സുനിലെ കണ്ടിട്ടില്ല, മണിപ്പൂരി നൃത്തം എല്ലാം കണ്ടിട്ടില്ല. വിഷ്ണുവിനെ പൂജിച്ചുകൊണ്ടുള്ള നൃത്തമാണ് ഇതെല്ലാം. അപ്പം അതൊക്കെ പോയി. ഇപ്പം അവിടെ മുഴുവനും മറ്റേന്താ പറയണം, ഹല്ലേലൂയാ ഹല്ലേലൂയ, ഈ പാട്ടാണ് എല്ലായിടത്തും എവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലും കേൾക്കണം. അത് നല്ലതാണ്, കാതിനൊരു സുഖം കിട്ടും. ഇവിടെയുള്ള മറ്റേ സുവിശേഷ വേലക്കാർക്ക് ഒരു ആശ്വാസമാണ്. ഇത് നടത്തുന്നതിൻ്റെ ഉദ്ദേശം കൂടിയുണ്ട്. വത്തിക്കാനിൽ നിന്ന് ഉത്തരവുണ്ട്, ഏഷ്യയെ മൊത്തം കുരിശ് നടത്തിക്കൊള്ളണം, ഇന്ത്യനെ മൊത്തം കുരിശ് പിടിപ്പിച്ചോളണം എന്നാണ് പോപ്പിൻ്റെ ഉത്തരവ്. അതനുസരിച്ചിട്ടാണ് ഈ പാവപ്പെട്ടവർ ഇത് ചെയ്യുന്നതേ. അപ്പോൾ അവർ ഗോതമ്പിൻ്റെ പൊടിയോ മൈദപ്പൊടിയും പാൽപ്പൊടിയൊക്കെ കൊണ്ട് കൊടുക്കേണ്ട, അതിനിടയ്ക്ക് അങ്ങനെ അവർ ആയതാണ്. അല്ല, അങ്ങനെ പറയണ്ട സാർ. കാരണം വെച്ചറിയോ, പോപ്പ്
കത്തോലിക്ക സഭയുടെ ആളാണ്. അതെ, പക്ഷേ ഇത് ബാക്കിയുള്ള ഇത് ചെയ്യുന്നതൊന്നും കാത്തലിക്സ് ഒന്നും അല്ല. ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്, ബാപ്റ്റിസ്റ്റ് മറ്റേ മണിപ്പൂർ ബാപ്റ്റിസ്റ്റ് ചർച്ചാണ്. അവർ അൾട്ടിമേറ്റ്ലി കുരിശ് ഇപ്പോൾ അവിടെ കുരിശിന് വേണ്ടി, കുരിശ് സ്ഥാപിക്കാൻ വേണ്ടി മാർക്കറ്റ് തുറന്നു കൊടുക്കുമ്പോൾ എല്ലാവരും ഓടുമല്ലോ. നല്ലൊരു ഇഷ്ടം പോലെ ആത്മാക്കളെ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ഓടിപ്പോകും. ഞാൻ അവരെ കുറ്റം പറയാനല്ല കേട്ടോ, ഓരോ ജോലിയാണ്. അപ്പോൾ ഇത് എന്ത് പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതോടുകൂടി പിറ്റേ ദിവസം 43 പേരെ ഈ നാഗ കുക്കീസോ സമുദായത്തിൽപ്പെട്ടവർ ബന്ദികളാക്കിയിട്ട് പിടിച്ചു. അല്ല, 38 പേര് ഇവർ നാഗ കുക്കീസോ അംഗങ്ങളാണ്, അവരെ ബന്ദികളായിട്ട് പിടിച്ചു. ഇത് ചെയ്തത് മറ്റേ കുക്കികളാണെന്നാണ് പറയുന്നത്. ഇത് യഥാർത്ഥത്തിൽ മൈത്തീസും കുക്കികളും തമ്മിലുള്ള സംഘർഷമാണ് ഇത്ര രൂക്ഷമായത്. ഇപ്പോൾ അതിൻ്റെ കൂടെ നാഗന്മാരും കൂടിയിട്ടുണ്ട്. കാരണം ഈ മറ്റേ തട്ടിക്കൊണ്ടുപോയ 43 പേരിൽ കുറേ നാഗന്മാരുണ്ട്. നാഗന്മാരെന്ന് പറഞ്ഞാൽ നാഗാലാൻഡ് ആൾക്കാർ, നമ്മുടെ അനാവർ നാഗപ്പനല്ല, നാഗന്മാരാണ് അവർ മുഴുവനും. നാഗന്മാർ നല്ലൊരു ശതമാനം പേര് ക്രൈസ്തവരാണ്. അപ്പോൾ ഇതിനെപ്പറ്റി പിന്നെ ഇപ്പോൾ ഈ വന്ന ആൾക്കാരിൽ കുറച്ച് പേര് കുക്കി നാഷണൽ ആർമി എന്ന് പറയുന്ന ഒരു തീവ്രവാദ സംഘടനയാണ്. തീവ്രവാദം എന്ന് പറയുന്നത് തെറ്റാണ്, അവരെ പറ്റി പറയുന്ന സുവിശേഷ സൈന്യം. അവർക്ക് ബർമയിലാണ് അവരുടെ ക്യാമ്പ്, ഹെഡ് ക്വാർട്ടേഴ്സ് ക്യാമ്പ് അവിടെയാണ്. ഇവർ മുഴുവൻ ബർമയിലാണ്. ഇവരെ പരിശീലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് മാത്യു വാൻഡേക്കും പിന്നെ ആ ഉക്രൈനിയൻസ് അവിടെ പോയതെന്നുള്ളതാണ്. ഇതൊരു കുറേ നാളായിട്ട് നടക്കുന്ന ശ്രമമാണ്. നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താനായിട്ട് നടത്തുന്ന ശ്രമമാണിത്. അപ്പോൾ അവിടെ കൂടുതൽ ഈ പറഞ്ഞ പോലെ കുരിശൻ്റെ വഴിയിലുള്ള ഒരു സംസ്ഥാനങ്ങളാക്കി മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേറെ ക്രിസ്ത്യൻ രാജ്യമാക്കാം. അതെ, അതിനിപ്പോൾ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് എന്ന് പറഞ്ഞ് ഒരു പ്രത്യേക സംസ്ഥാനം അവർ രൂപീകരിക്കും. മിസോറാമിലെ മുഖ്യമന്ത്രി അമേരിക്ക പോയി പറഞ്ഞു, ഞങ്ങൾ പ്രത്യേക രാജ്യമാണ്, ഒരു നിവൃത്തിയില്ലാത്ത ഞങ്ങളിങ്ങനെ തുടരണമെന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ ഇത് എന്താ പറ്റിയെന്നറിയോ, മണിപ്പൂരിൽ ഇത് ആദ്യമേ സംഘർഷം ഉണ്ടായപ്പോൾ, മൈത്തികളും കുക്കികളും തമ്മിലുള്ള സംഘർഷം ഉണ്ടായപ്പോൾ ഒരു കാര്യം തുറന്നു പറയണം, BJP അത് വളരെ ഗൗരവത്തിലെടുത്തില്ല ആദ്യത്തെ കുറേ നാളത്തേക്ക്. അപ്പോൾ എന്തു പറ്റി, ഈ മറ്റേ സുവിശേഷ വേലക്കാർക്ക് നല്ലൊരു ഇക്കോ സിസ്റ്റം ഉണ്ട് ലോകമെങ്ങും. അവർ ഇന്ത്യയിൽ സുവിശേഷ വേലക്കാർ, പ്രത്യേകിച്ച് ക്രൈസ്തവർ പീഡനം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്, അവരെ കൊല്ലുകയാണ് എന്നും പറഞ്ഞ് ഒരു വലിയ ക്യാമ്പയിൻ അഴിച്ചുവിട്ടു. ഈ ക്യാമ്പയിൻ എത്തേണ്ട അടുത്തേക്ക് എത്തി, മനസ്സിലായല്ലോ. അവർ പാവമാണ് സുവിശേഷ. പക്ഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ 3 വൈദികരല്ല പാസ്റ്റർമാർ കൊല്ലപ്പെട്ടിട്ട് കേരളത്തിൽ ഒരു പ്രതിഫലനം ഉണ്ടായില്ലല്ലോ, അതെന്താ? ആരും ബഹളം വെച്ചില്ല. അത് എനിക്ക് അറിയില്ല എന്താണെന്ന് ഇത്തവണ, കാരണം ഇലക്ഷനൊന്നും അടുത്തൊന്നും വരണില്ലല്ലോ. അല്ല, BJP-ക്കാരെല്ലായിരിക്കും സംഘികളെന്ന് പറയാൻ പറ്റില്ല, കാരണം കൊന്നത് ഇവരുടെ ആളുകൾ തന്നെയായിരിക്കും. എല്ലാവർക്കും കുറച്ച് പേരെങ്കിലും മനസ്സിലായിട്ടുണ്ടാവണം, കാരണം അവിടെ സംഘികളല്ല, അവിടെ ഈ ആക്രമണത്തിന് പിന്നിൽ സംഘികളല്ല, അവരത് ചെയ്യില്ല എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അതുകൊണ്ടായിരിക്കണം, അല്ലാണ്ട് യേശുല്ലാന്ന് അറിയാം ഇപ്പോൾ ഇങ്ങനെ ക്യാമ്പയിൻ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഒന്നാമത് കേരളത്തിൽ വേറെ പല പ്രശ്നങ്ങളിലും തിരക്കിലായിരുന്നു മാപ്രകൾ. ഈ മുഖ്യമന്ത്രിയെ വാഴിക്കണം, രമേശ് മണിപ്പൂരിലെ പാസ്റ്റർമാരെ ആരെ ഓർക്കാൻ തുടങ്ങി. ഇനിയിപ്പോൾ തിങ്കളാഴ്ച കഴിഞ്ഞാൽ തുടങ്ങുമല്ലോ. മണിപ്പൂരിലെ പാസ്റ്റർമാർക്ക് എന്താണ് സംഭവിച്ചത്? ഏതായാലും നമ്മളാണ് ഇത് ആദ്യം പറയുന്നത്. ഈ വാർത്ത എനിക്ക് തോന്നുന്നില്ല, ചെറിയ വാർത്തയായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് അവിടെ. ഇപ്പോൾ സുവിശേഷ വേലക്കാർ വളരെ ഫുള്ളായിട്ട് നല്ല ആത്മാർത്ഥതയോടുകൂടി വർക്ക് ചെയ്യുന്നുണ്ട്, ഫുൾ ഉഷാറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് മണിപ്പൂരിലും മിസോറാമിലും മേഘാലയയിലും ഒക്കെ. ഇനിയിപ്പോൾ അവിടെ കുരിശ് കൃഷിക്ക് സാധ്യതയില്ല, കാരണം എല്ലാവരും കുരിശിൻ്റെ വഴിയിലോട്ടായി കഴിഞ്ഞു. നല്ല കാര്യമാണ്. ഏതായാലും ഇന്ത്യയിലേക്ക് കയറി വന്ന അമേരിക്കൻ കൂലിപ്പട്ടാളക്കാരന് എന്ത് സംഭവിച്ചു എന്നറിയില്ല. UAPA ചുമത്തിയിട്ടുണ്ട്, ജയിലിലായിരിക്കും. ചോദ്യം ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ പറയേണ്ട എല്ലാം അയാൾ പറയും. അയാൾ ആരെയൊക്കെ കണ്ടു, എന്തായിരുന്നു അയാളുടെ പരിപാടി എന്നുള്ളത്. കാരണം ഒരു കാര്യം പകൽ പോലെ വ്യക്തമാണ്, പണ്ടത്തെ പോലെ സുവിശേഷ വേലക്കാർ മറ്റേ സാധാരണഗതിയിലല്ല മതപരിവർത്തനം നടത്തുന്നത്, തോക്കുമായിട്ടാണ് മതപരിവർത്തനം നടത്തുന്നത് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മറ്റുള്ളവർ പറയാത്ത വാർത്തകളാണ് നിങ്ങളിലേക്ക് ഇന്ത്യ ലൈവ് എത്തിക്കുന്നത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉറപ്പായിട്ടും ഇപ്പോൾ തന്നെ ചെയ്യണം.